സ്വർഗസ്ഥനായ പിതാവേ, അവിടുത്തെ രാജ്യം വരേണമേ. പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം, ഉദ്ധാനം ചെയ്ത കർത്താവ് നമ്മളോടുകൂടെ ജീവനോടെ, നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ലെങ്കിലും ആത്മീയ ശരീരത്തിൽ നമ്മളോടുകൂടെ സന്നിഹിതനാണിപ്പോൾ. പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഈശോ പറഞ്ഞു, ഭൂമിയിൽ നിങ്ങൾ 2 അതിലധികമോ പേർ എൻ്റെ നാമത്തിൽ എവിടെ ഒരുമിച്ച് കൂടിയാലും ഞാൻ അവിടെ ഉണ്ട് നിങ്ങളുടെ നടുവിൽ. ദൈവവചനമാണ്. ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ല എന്ന് നമുക്കറിയാം. പലപ്പോഴും ലോകത്തിൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റാത്തത് കൊണ്ട് പലപ്പോഴും നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. ആർക്കറിയാം ഇതൊക്കെ ശരിയാണ്? പലപ്പോഴും നമ്മുടെ മനസ്സിൽ സാത്താന് നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രവർത്തിച്ച് മറ്റുള്ള മനുഷ്യരിലൂടെയാണ് സാത്താൻ ലോകത്തിൽ പ്രവർത്തിക്കുക. ഇപ്പം നമ്മളുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു എന്നുള്ളൊരു അറിവ്, കാൽവരിയിൽ യേശു നമ്മെ വീണ്ടെടുത്ത് കഴിഞ്ഞതാണ്. നമ്മുടെ ആരുടെ ഒരു പ്രവൃത്തി കൊണ്ടുമല്ല. നമ്മൾ നീ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ നന്മ പ്രവൃത്തി കൊണ്ടോ ചെയ്യുന്നുണ്ടോ ഒന്നുമല്ല. നാമൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളൊക്കെ പാപികളായിട്ട് ആദത്തിന്റെ സന്തതികളായി പാപത്തിലാണ് ജനിക്കുക എന്ന് സങ്കീർത്തനം 51 പറയുന്നത്. അമ്മയുടെ ഉദരത്തിന് ഉരുവായപ്പോഴേ ഞാൻ പാപിയാണ്. ദൈവം അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നാം പാപികളായിരിക്കെ. നമുക്ക് ആർക്കും അനുതാപം ഉണ്ടാകാൻ പോകുന്നില്ല. ഒരു മനുഷ്യനും മാനസാന്തരപ്പെടാൻ പോകുന്ന അത്രമാത്രം ഈ ലോകത്തിൻ്റെ ദേവൻ അവരുടെ മനസ്സുകളെ അന്ധമാക്കി കളഞ്ഞിരിക്കുന്നു. ഇപ്പം നമ്മൾ ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ അനേക മനുഷ്യർ കണ്ണ് കാണാൻ മേലാത്തവരെ പോലെയാണ് എന്ന് പറയുമ്പോൾ ആത്മീയ അന്ധത. കണ്ണ് കാണാൻ മേലാത്ത ഒരാളോട് നമ്മൾ പറയുകയാണ്, നോക്കി എത്ര മനോഹരമായിരിക്കുന്നു ഈ പൂവ് എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കും ഏത് പൂവാന്ന് ചോദിക്കുന്നു. നമുക്ക് കാണാൻ മേല. അപ്പം നമ്മളിന്ന് ദൈവത്തെക്കുറിച്ച് അനേകരോട് പറയുമ്പോൾ അവർ ചോദിക്കും ഏത് ദൈവം? അങ്ങനെയൊന്നുമില്ല, ദൈവമൊന്നുമില്ല. എൻ്റെ ഇഷ്ടം പോലെ ഞാൻ ജീവിക്കുന്നു, എൻ്റെ ഒരൊറ്റ ജീവിതമുള്ളൂ എന്ന്. കാരണം അവരുടെ കണ്ണ്, ആത്മാവിൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ എൻ്റെയും ഒക്കെ ആത്മാവിൻ്റെ കണ്ണ് ദൈവം തുറന്നു വന്നുകൊണ്ടാണ് നമുക്ക് വിശ്വാസം കണ്ണ് എന്ന് പറയുന്നത്. വിശ്വാസക്കണ്ണ് അത് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയ നാളുകളിൽ നമ്മൾ കരഞ്ഞ് നിലവിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ട് നമ്മളോടൊക്കെ കാണിച്ചെന്ന വലിയ കൃപയാണ്. പൗലോസിനോട് ജീവിതത്തിൻ്റെതായ പ്രശ്നം മാറാൻ വേണ്ടി 2 കൊരിന്തോസിൽ 12 നമ്മൾ കാണുന്നുണ്ട്. പൗലോസ് എൻ്റെ ജീവിതത്തിൽ ഒരു മുള്ളുണ്ട്, എനിക്കൊരു മുള്ളുണ്ട് കർത്താവേ, ഇതൊന്നും മാറിക്കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി എനിക്ക് കൂടുതൽ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് പറഞ്ഞ് പൗലോസ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർച്ചയായിട്ട് 1 അല്ല 2 അല്ല 3 തവണ എന്ന് പറയുന്നു. ഇതൊരു കാലഘട്ടമായിരിക്കാം, പലപ്പോഴും നമുക്ക് അറിയില്ല ഇതെന്തായിരുന്നു. പക്ഷെ അവിടെയൊന്നും ദൈവം അത് മാറ്റിയില്ല. കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുമ്പോൾ ആ സഹനം, നമ്മളുടെ സഹനത്തിന് വലിയ വിലയാണ്. ഞാൻ പറയും, നമ്മുടെ പ്രാർത്ഥനയെക്കാളും 1000 മടങ്ങ് വിലയുണ്ട് നമ്മുടെ സഹനത്തിന്. ഈശോ നമുക്കറിയാം, ഭൂമിയിലായിരുന്നപ്പോൾ മിനിസ്ട്രി നടത്തിക്കൊണ്ട് ശുശ്രൂഷ സമയത്ത് എല്ലാ ദിവസവും അതിരാവിലെ ശിഷ്യന്മാരൊക്കെ ഉറക്കമായിരിക്കുമ്പോൾ തന്നെ മലയുടെ മുകളിലേക്ക് പോയി ഈശോ പ്രാർത്ഥിക്കുമായിരുന്നു, പിതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ് ഞാൻ പറയും, വേറൊന്നുമല്ല, അപ്പം ഞാൻ സഹിക്കാൻ പോകുന്ന സഹനമുണ്ടല്ലോ, അതിലൂടെ കടന്നു പോകുമ്പോൾ പതറിപ്പോകാതെ, സാത്താനോടുള്ള യഥാർത്ഥ പോരാട്ടം അതാണ്. അവിടെ ഞാൻ പതറിപ്പോകാതെ പിടിച്ചു നിൽക്കുവാനായിട്ട് ഉള്ള കൃപ തരണമേ, ശക്തി തരണമേ എന്നാണ് നിരന്തരം. ഈശോയ്ക്ക് അറിയാമായിരുന്നു ആത്മീയ ജ്ഞാനത്തിൽ പല കാര്യങ്ങളും ഈശോ മുൻകൂട്ടി പ്രാർത്ഥിച്ച് വെച്ചതായിട്ടാണ് നമ്മൾ കാണുക. ലാസറിൻ്റെ കല്ലറയിൽ നിന്നുകൊണ്ട് ലാസറെ നീ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ കല്ലറയിൽ നിന്നും പുറത്തു വന്നു. അത് കഴിഞ്ഞപ്പോൾ യേശു പറയണം, പിതാവേ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. നീ എപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെ ഒരു നല്ല ബന്ധമായിരുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ആ ഒരു ബന്ധം യേശുവുമായിട്ട്, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണ്, നമ്മളെ ദൈവം നിയോഗിച്ചിരിക്കുക. നമ്മളായിരിക്കുന്ന കുടുംബത്തിൽ, നമ്മളായിരിക്കുന്ന ജോലി സ്ഥലത്ത്,
നമ്മുടെ ജീവിതത്തിൻ്റെതായ സഹനങ്ങളുടെ നടുവിൽ ദൈവം നമ്മളെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത്, ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുവാനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നതാണ് യോഹന്നാൻ 15:16 ഈശോ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ ഫലം ഇല്ലാത്തിടത്താണ് ഫലം. മരുഭൂമിയിൽ ഒരു ചെടിയായി, മരുഭൂമിയിൽ ജലാശയമാക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ദൈവ വിശ്വാസം ഇല്ലാത്തിടത്ത് അനേകർക്ക് വിശ്വാസമില്ല, അനേകർ ഇരുട്ടിലാണ്. അവിടെ മത്തായി 5 പറഞ്ഞില്ല, നീ പീഠത്തിന്മേൽ വയ്ക്കപ്പെട്ട വിളക്കുകളാണ് നിങ്ങൾ. ഭവനത്തിലുള്ളവർക്ക് വെളിച്ചം നൽകാൻ. അത് ആത്മീയമായ വെളിച്ചമാണ്. ബാഹ്യമായി നല്ല പവർഫുൾ ലൈറ്റും കറണ്ടും ഇല്ലേ, നല്ല വോൾട്ടേജ് ഉള്ള ബൾബും ഒക്കെ ഉണ്ട്, വീടിന് ചുറ്റും പ്രകാശമുണ്ട്. പക്ഷേ ആത്മീയമായിട്ട് ഇരുട്ടാണ്. അപ്പോൾ ഇരുട്ടിൽ പ്രകാശിക്കുന്നത് യേശു മാത്രമാണ്. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനെ അല്ലെങ്കിൽ ആത്മാവായ ക്രിസ്തു വന്ന് ഒരു വിളക്ക് ഒളിച്ചതുപോലെ നമ്മുടെ ആത്മാവിൽ പ്രകാശിക്കുന്ന വെളിച്ചമാണ് ഈശോ. അപ്പം നമ്മുടെ ചുറ്റുപാടുമുള്ളവർ ആത്മാവിൻ്റെ കണ്ണടഞ്ഞുപോയി കാണാൻ മേലാത്ത ഇരുട്ടിലായിരിക്കുമ്പോൾ, ആത്മാവിൻ്റെ ഇരുട്ട് അല്ലെ ആത്മീയ ഇരുട്ട്, ആത്മീയ അന്ധകാരം ആയിരിക്കുന്നിടത്ത് ആത്മീയ വെളിച്ചമായിട്ടാണ് ദൈവം നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. നല്ല ഫലങ്ങൾ എന്ന് പറയുമ്പോൾ ഫലമില്ലാത്തടത്ത് നല്ല ഫലങ്ങൾ, അവർക്ക് ഫലം പുറപ്പെടുവിക്കാൻ അറിയില്ല, അവർക്ക് ഫലമില്ല എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ഫലങ്ങൾ: സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, എളിമ, വിശ്വസ്തത, സംയമനം, സെൽഫ് കൺട്രോൾ. ഇതൊന്നും ലോകത്തിൽ കാണത്തില്ല. ലോകത്തിൻ്റെ പരമായി ജീവിക്കുന്ന ഒരു വ്യക്തിയിൽ ഇതൊന്നും ഇല്ല. അതിനല്ലേ ലോകത്തിൽ അതെ, ചിലർക്ക് സ്നേഹമെന്ന് പറയുന്നത് വെറും ലസ്റ്റാണ്. അതാണ് സ്നേഹമെന്ന് അവർ വിചാരിച്ചിരിക്കുന്നത്. കാരണം ആത്മാവിൻ്റെ കണ്ണ് അടഞ്ഞു പോയിരിക്കുന്നതുകൊണ്ട് അവരുടെ വിചാരം ഈ സ്നേഹമെന്ന് പറയുന്നത് വെറും ലൗകിക ജഡിക സ്നേഹം, അതാണ് സ്നേഹമെന്ന് അവർ കരുതിയിരിക്കുന്നത്. ആനന്ദം എന്ന് പറയുന്നത് ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി, കുറേ പണം ഉണ്ടായി, അല്ലെങ്കിൽ ലോകത്തിൽ കുറേ കാര്യങ്ങൾ, അതിലുള്ള ആനന്ദം, നൈമിഷികമായ താൽക്കാലികമായ ആനന്ദം. സമാധാനം, കുറേ കാര്യങ്ങൾ, കുറേ കാശൊക്കെ കയ്യിലുണ്ട്, ബാങ്കിൽ കുറേ ഡിപ്പോസിറ്റൊക്കെ ഉണ്ടെന്നുള്ള ആ ഒരു സമാധാനം, അതും എപ്പോഴാണ് ഇല്ലാതായി തീരുന്നതെന്ന് നമുക്കറിയില്ല. പക്ഷേ അതാണ് ഈശോ പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ലോകത്തിൻ്റെ സമാധാനം അനേകരാണ്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമയെന്ന് പറയുന്നത് ഇല്ല, അവർക്ക് ക്ഷമിക്കാനേ പറ്റത്തില്ല. അത് ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിലുള്ളവർക്ക് മാത്രമായി ഉള്ളൊരു പ്രത്യേക ഉന്നതമായൊരു കൃപയാണ് ക്ഷമ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ. ഈ കരുണയില്ല, ദയ, മറ്റുള്ളവരോട് നന്മ ചെയ്യാനായിട്ട് അത് ലോകത്തിൽ ആർക്കും ഇല്ല. ഭയങ്കര കഠിന ഹൃദയരാണ് അനേകർ. ഒരു ദയയില്ല. നമ്മൾ എത്ര കരഞ്ഞാലും എത്ര പറഞ്ഞാലും ഒരു ദയയില്ല. അത് അവരുടെ കണ്ണ് കാണാൻ മേലാത്ത, അവർക്ക് ഉള്ളിൽ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങൾ അവർക്ക് അറിയില്ല. സ്നേഹം, ആനന്ദം, സമാധാനം, ദയ, ക്ഷമ, ദയ, നന്മ. ഈ നന്മ ചെയ്യണമെന്നുള്ളൊരു ഒറ്റ ചിന്തയില്ല, അവർക്ക് തിന്മ മാത്രം ചെയ്താൽ മതി അല്ലേ. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് പറയുന്നതാണ്, തിന്മയ്ക്ക് പകരം നിങ്ങൾ തിന്മ ചെയ്യരുത്, തിന്മയെ നന്മ കൊണ്ട് ജയിക്കുക. ഇന്നലത്തെ വായനയായിരുന്നു, ഇതിൻ്റെ വാക്യമായിട്ടുണ്ട് മത്തായി 5-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ അവർ ലോകത്തിൽ ഉള്ളവർക്ക് വിചാരം തിന്മയെ തിന്മ കൊണ്ട് ജയിക്കാൻ പറ്റുള്ളൂ എന്നാണ്. നന്മയില്ല അല്ലേ. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, എളിമ. ലോകത്തിന് രീതിയിൽ എളിമയെന്ന് പറഞ്ഞാൽ അവർ കേട്ടിട്ട് പോലില്ല. അവരഹങ്കാരികളും വായിന്ന് വരുന്നതൊക്കെ അടുത്തങ്ങാർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അഹങ്കാരവും വിദ്വേഷവും അവരുടെ വായിൽ നിന്ന്, അവരുടെ വായ തുറന്ന ശവക്കുഴി എന്നാണ് റോമർ 3 പറയുന്നത്. ദൈവത്തെ അറിയാത്തവരുടെ വായിൽ നിന്ന് വരുന്ന ചീത്തയും, ദൈവത്തെ ശപിക്കുന്ന, മനുഷ്യരെ ശപിക്കുന്നതൊക്കെ അവരുടെ വായ തുറന്ന ശവക്കുഴി എന്ന് പറഞ്ഞാൽ, ശവക്കുഴി തുറന്ന നാറ്റമില്ലേ, അതുപോലെയാണ്. വായിൽ നിന്നും നാവിലൂടെ വരുന്നത് മുഴുവനും തിന്മയാണ്. വീണ്ടും ഓർക്കാം, സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ,
നന്മ, എളിമ, വിശ്വസ്തത. ഫെയ്ത്ത്ഫുൾനെസ്. അത് അവർ കേട്ടിട്ട് പോലും അങ്ങനെയൊന്നുമില്ല, അങ്ങനെ എന്തെങ്കിലും ജീവിച്ചാൽ മതി. ദാമ്പത്യ വിശ്വസ്തതയെ അതൊക്കെ മണ്ടന്മാരങ്ങനെ ജീവിക്കുന്നു. ദൈവത്തോട് വിശ്വസ്തതയെ അത് ദൈവമൊന്നുമില്ല. നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് എങ്ങനെ വേണം ജീവിക്കാം. അടുത്തതാണ് ആത്മസംയമനം അല്ലെങ്കിൽ സെൽഫ് കൺട്രോള്. അങ്ങനൊന്നുമില്ല. ഇത് കാളയെ അഴിച്ചു വിട്ട പോലെ ലോകത്തിൽ എന്തും ആകാം, എങ്ങനെയും ജീവിക്കുക എന്ന് പറയുന്നത് യാതൊരു സെൽഫ് കൺട്രോളും ഇല്ല. അതായത് ദൈവവചനത്താൽ നയിക്കപ്പെടും. ഞാനീ പറഞ്ഞു എന്ന് പറയുള്ളവരെ, ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. നമ്മൾ ലോകത്തിലേക്ക് നോക്കിയാൽ കാണുന്ന മുഴുവൻ ഇതാണ്. അപ്പം അവിടെയാണ് നമ്മൾ ദൈവം തിരുസഭയെ ഉയർത്തിയിരിക്കുന്നത്. ആത്മാവുള്ളിൽ എന്നുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് നമ്മളെ ദൈവം അയച്ചിരിക്കുകയാണ്. ശക്തമായ എതിർപ്പുകൾ നമുക്കുണ്ടാകും. ഈശോ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ മലയിലെ പ്രസംഗം, മത്തായിയുടെ സുവിശേഷം ആരംഭിക്കുന്നതിന് ആ തുടക്കത്തിൽ അതാണ് അല്ലേ, സുവിശേഷ ഭാഗ്യങ്ങൾ എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. നമ്മളത് ചിന്തിച്ചാണ്. അവിടെ കർത്താവ് പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. നീതിക്ക് വേണ്ടി പീഡനമേൽക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞു വയ്ക്കും. നമ്മുടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മളൊന്നിനും അവിടെ ഭയപ്പെടണം. അത് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അത് ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. നമുക്ക് പീഡകളും രോഗങ്ങളും പ്രശ്നങ്ങളും, നമ്മളെ എതിർക്കുന്നവരും നമ്മൾ നന്മ ചെയ്തിട്ട് തിന്മയാൽ പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത്, യേശു ഗത്സമന തോട്ടം മുതൽ അങ്ങോട്ട് കടന്നുപോയ വഴിയാണ്, സഹനത്തിൻ്റെ വഴി. കാരണം ഞാൻ പലപ്പോഴും ഓർക്കുന്നത്, അതിൻ്റെ കാരണം ഇതാണ് പ്രിയമുള്ളവരെ. ഈ സാത്താനെ ജയിക്കാനായിട്ട് വേറെ ആയുധങ്ങളൊന്നും, പ്രാർത്ഥന. യേശു മരുഭൂമിയിൽ 40 രാവും 40 പകലും പ്രാർത്ഥിക്കുകയായിരുന്നല്ലോ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഇതേ വന്നിരിക്കുന്നു. ശക്തി പ്രാപിച്ച ആത്മാവ് നിറഞ്ഞുകൊണ്ട് മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങിപ്പോകുന്നതിന് മുമ്പായിട്ട് അവൻ വന്നിരിക്കുകയാണ്. അവന് വചനവുമായിട്ട് വന്നിരിക്കുന്നു. യേശുവിന് മുമ്പിലേക്ക് പറഞ്ഞു, നീ എന്തിനാ ഇങ്ങനെ വിശന്നിരിക്കുന്നത്? വിശന്നിരിക്കുന്നു. അന്ന് ഏലിയായ്ക്ക് കർത്താവ് കാക്കയെ കൊണ്ട് അപ്പവും കൊടുത്തതല്ലേ? അല്ലെങ്കിൽ എന്തെല്ലാം അത്ഭുതങ്ങളോ കർത്താവ് പണ്ട് ചെയ്തിരിക്കുന്നു. നീയും ദൈവപുത്രനല്ലേ? നിനക്ക് ആ കല്ലുകളോട് അപ്പമായി തീരാൻ പറയാമല്ലോ, നിനക്ക് സുഖമായിട്ടിരുന്ന് ഭക്ഷിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോഴും യേശു പറയുന്ന, മനുഷ്യർ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കേണ്ടതെന്ന് വചനം പറഞ്ഞപ്പോൾ അത് ആ പരീക്ഷണം വന്നിട്ട് പിന്നെ ഓരോന്ന് പറഞ്ഞ് നമുക്കറിയാം. ആ 40 1 2 3 ആയിരിക്കത്തില്ല, 40 ദിവസമായിരുന്നപ്പോൾ പുറകെ തക്കം നോക്കി യേശുവിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് ലോകത്തിൻ്റെ എല്ലാ ആഡംബരങ്ങളും, യേശു ഇങ്ങനെ വിശന്ന് വെള്ളം കുടിക്കുമായിരിക്കും. മരുഭൂമിയിൽ എവിടെയും വെള്ളം ഉണ്ടെങ്കിലും അവിടെ കാക്കയൊന്നും കൊണ്ട് കൊടുത്തില്ല. മനുഷ്യനായി വന്ന ദൈവം സകല മനുഷ്യരുടെയും പാപഭാരങ്ങളെ ഏറ്റെടുക്കുമ്പോൾ മനുഷ്യൻ്റെ സകലം ഏറ്റെടുക്കണം. അവിടെയും ലോകത്തിൻ്റെ സകല പാപ ആഡംബരങ്ങളും സുഖലോലുപതയും ഒക്കെ കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഈ 2026 ലോകത്തിലുള്ള ആഡംബരങ്ങളും ഇനി ലോക അവസാനം വരെ ലോകത്ത് നടക്കാൻ പോകുന്ന സകല ആഡംബരങ്ങൾ എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ്, എന്തെല്ലാമാണ്. അതെല്ലാം കാണിച്ചുകൊണ്ട് യേശുവിനോട് പറയാണ്, ഇതെല്ലാം എൻ്റേതാണ്. അത് നുണയാ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ദൈവം മനുഷ്യന് കൊടുത്ത കഴിവുകൾ കൊണ്ടാണ് മനുഷ്യനിതൊക്കെ ഉണ്ടാക്കിയത്. പക്ഷേ എന്താ പറ്റിയത്? ആദത്തിൻ്റെ ഹവ്വായുടെയും പാപം മൂലം മനുഷ്യർ ഇന്ന് പൂർണ്ണമായും അല്ലേ, കുറേ പേരൊക്കെ ലോകത്തിൽ ദൈവത്തെ അറിയുന്നവരുണ്ട്. പക്ഷേ ദൈവത്തെ അറിയാത്തവരുണ്ട്. സാത്താൻ അവകാശമാണ് അവരുടെ മേലെ. സാത്താൻ അവകാശം വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എനിക്ക് പാപം ചെയ്ത മനുഷ്യന് എത്ര വലിയ കണ്ടുപിടുത്തങ്ങളുണ്ടെങ്കിലും ദൈവത്തെ വിശ്വാസമില്ലെങ്കിലും സാത്താൻ അവകാശപ്പെടുന്നത് എൻ്റേതാണെന്ന് പറയും. സൃഷ്ടിച്ചത് ദൈവമാണെങ്കിലും പല കാര്യങ്ങളും മനുഷ്യൻ ചെയ്യുമ്പോൾ അത് മനുഷ്യൻ്റെ കഴിവുകൊണ്ട്, ദൈവം കൊടുത്ത കഴിവാണ്. പക്ഷേ സാത്താനെ, ദൈവത്തെ അംഗീകരിക്കാത്തവരുടെ ജീവിതത്തെ സാത്താൻ അവകാശം പുലർത്തുന്നുണ്ട്. ലോകത്തിൽ ദൈവത്തെ അറിയാത്തവരുടെ പ്രവൃത്തികളുമേ സാത്താൻ അവകാശമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അവർ ഇതെല്ലാം എൻ്റേത്, അതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. ദൈവമല്ല, നമ്മൾ സാത്താന് കൊടുത്തു എന്താ? പാപം ചെയ്യാനുള്ള പ്രതിഫലമായിട്ട്. പാപം ചെയ്യാനുള്ള പ്രതിഫലം സാത്താനിൽ നിന്നും കൈക്കൊള്ളുന്നവരാണ് നമ്മൾ. അപ്പം അങ്ങനെ നമുക്കുള്ള പലതും സാത്താൻ കൈവശമാക്കി. നമ്മുടെ വീട്, വസ്തു, പറമ്പ്, നമ്മുടെ ആരോഗ്യം,
നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ തലമുറ മക്കൾ ഇതൊക്കെ സാത്താൻ കൈവശമാക്കി. എന്താ? നമ്മൾ അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ അടിമയായിപ്പോയി. പ്രിയമുള്ളവരെ, നമ്മൾ അറിയണം, ഞാനിത് പറയുന്നത് യേശു ക്രിസ്തു വിശ്വസിക്കുമ്പോൾ യേശു നമ്മളെ വിലയ്ക്ക് വാങ്ങിയതാണ്, യേശുവിൻ്റെതാണ് നമ്മൾ ഇന്ന് അറിയണം. പക്ഷേ സാത്താൻ നമ്മുടെ മേൽ ഇന്നും അവകാശവാദം പറഞ്ഞുകൊണ്ട് വരും. അത് ഈ ഭൂമിയിൽ നമ്മൾ മരിക്കുന്നത് വരെ ഉണ്ടായിരിക്കും. നമുക്കുണ്ടാകുന്ന രോഗങ്ങൾ, നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മളെ പീഡിപ്പിക്കും. ജോബിനെ, ദൈവത്തോട് ചേർന്ന് നിന്ന ജോബിനെ സാത്താൻ പീഡിപ്പിച്ചു അല്ലേ? എന്താ പറഞ്ഞത്? ദൈവത്തോട് പറയാണ്, അത് നീ അവന് ചുറ്റും വേലി കെട്ടി അവനെ സംരക്ഷിക്കുന്നത് കൊണ്ടല്ലേ അവൻ നിന്നെ ആരാധിക്കുന്നത്. നീ അവനെ എൻ്റെ കയ്യിലേക്കൊന്ന് വിട്ടുതാ കുറച്ച് നാളത്തേക്ക്. സത്യമായിട്ട് അപ്പോൾ അറിയാം അവൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഇത് തന്നെയാണ് നമ്മുടെ രോഗങ്ങളും നമ്മുടെ കുടുംബ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും ഇത് തന്നെയാണ്. സാത്താൻ, ദൈവം നമ്മളെ കൈവിടുകയല്ല, ദൈവം നീതിമാനാണ്. കാരണം എന്താ? പണ്ട് നമ്മൾ സാത്താൻ്റെ സമ്പത്തായിരുന്നു, സാത്താൻ്റെ വസ്തുവകയായിരുന്നു. നമ്മൾ അവൻ്റേതായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ നാം സാത്താൻ്റേതായിരുന്നു. മാമോദീസായിലൂടെ നമ്മളെ യേശുവിൻ്റെതായിട്ട് കൊടുത്തു. നമ്മൾ യേശു മാമോദീസായിലൂടെ നടക്കുന്ന ഒന്ന് രണ്ട് സംഭവം ഞാൻ പലപ്പോഴും പറയുന്നതെന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ ഇന്നലത്തെ ബാക്കിയായിട്ട് ദൈവത്തെ അറിയാതെ പോയി ഇസ്രായേൽ ജനം ഈ ആഹാബ് രാജാവിൻ്റെ കാലത്ത് ആഹാബ് ശൂന്യവാസം കാണിച്ചിട്ട് നാബോത്ത് എന്ന മനുഷ്യൻ്റെയും ആ പറമ്പ് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിച്ചു. അവൻ്റെ ഭാര്യ അതിനേക്കാളും തിന്മയായിരുന്നു, ജസബൽ. ഇവനെ കള്ളസാക്ഷികളെ കൊണ്ട് ഇവൻ രാജാവിനും ദൈവത്തിനെതിരെ ഇന്നലെ പറഞ്ഞാണ്, അതേക്കുറിച്ച് മുഴുവൻ പോകുന്നില്ല. ഇന്ന് കള്ളസാക്ഷികളെ കൊണ്ട് പറയിച്ചിട്ട് അവനെ കല്ലെറിഞ്ഞ് കൊല്ലിപ്പിച്ചു ഈ നാബോത്തിനെ. എന്നിട്ട് ആ സ്ഥലം രാജാവിന് വേണ്ടി രാജ്ഞി സ്വന്തമാക്കി കൊടുത്തു. അവിടെയാണ് ദൈവമായ കർത്താവ് ഇടപെടുകയാണ്. ഏലിയ പ്രവാചകൻ വന്ന് പറയുന്നതാണ് ഇന്നത്തെ സംഭവം. അതാണ് ഇന്നലെ ഞാനത് പറഞ്ഞു. പക്ഷേ ഇന്നത് യഥാർത്ഥ വായനതാണ്. 1 രാജാക്കന്മാർ 21:17. ഏലിയായുടെ കർത്താവ് അരുളിച്ചെയ്തു, നീ ചെന്ന് സമരിയായിലുള്ള ഇസ്രായേൽ രാജാവ് ആഹാബിനെ കാണുക. ഇത് നമ്മൾ ഇന്നലെ ചിന്തിച്ചുകൊണ്ട് വീണ്ടും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞാൽ എന്താണെന്നറിയോ? നാബോത്തിനെ കല്ലെറിഞ്ഞ് വന്നപ്പോൾ അവൻ്റെ രക്തം കല്ലെറിഞ്ഞിട്ട് അവരിട്ടിട്ട് പോയി. ആരും നോക്കിയില്ല. കാരണം അവനെ കല്ലെറിഞ്ഞ് വന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അവനെ നായ്ക്കളൊക്കെ തിന്നിട്ട് പോയി. ഇങ്ങനെയാണ്. അപ്പോൾ നാബോത്തിൻ്റെ രക്തം നായ്ക്കൾ നക്കിക്കുടിച്ച സ്ഥലത്ത് വെച്ച് തന്നെ ഈ ആഹാബ് രാജാവിൻ്റെ രക്തവും നായ്ക്കൾ നക്കിക്കുടിക്കും. ഇത് തിന്മയ്ക്ക് തിന്മ. അത് സാത്താൻ അനുദപിക്കാതെ പോവുകയാണെങ്കിൽ തിന്മയ്ക്ക് പകരം തിന്മ തന്നെ സംഭവിക്കും. അത് അവിടെ നടന്നു എന്ന് നമുക്കറിയാം. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നീട് ഈ 1 രാജാക്കന്മാരുടെ പുസ്തകം ഇന്നത്തെ വായനയല്ല, തീരുന്നതിന് മുമ്പായിട്ട് ഏറ്റവും ഒടുവിലത്തെ നാളത്തെ വായന ഒരു വിഷയമായിരിക്കാം. 22-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ രാജാവും യൂദാ രാജാവും കൂടെ രണ്ടുപേരും കൂടെ യുദ്ധത്തിന് പോയി. അപ്പോൾ ഈ നമ്മുടെ ആഹാബ് രാജാവ് ഈ ഏലിയ ഇത് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇസ്രായേൽ അല്ലെങ്കിൽ യൂദാ രാജാവായ യഹോഷാഫാത്തായിരുന്നു അത്. അപ്പോൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് യുദ്ധത്തിന് പോയി ശത്രുവിനോട്. അപ്പോൾ യഹോഷാഫാത്തിനോട് പേടിച്ചാണ് ഇപ്പോൾ ഈ ആഹാബ് നടക്കുന്നതാണ്. എപ്പോഴാണ് തലയ്ക്ക് അടി കിട്ടാൻ പോകുന്ന അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആഹാബ് രാജാവ് പറഞ്ഞ്, ഞാൻ സാധാരണ വേഷത്തിൽ നിൻ്റെ കൂടെ ഇരുന്നോളാം, നീ രാജകീയ വസ്ത്രം ധരിച്ചിരുന്നോളാം പറഞ്ഞു. ഓർത്തോളം പേടിച്ചിട്ടാണ്. അപ്പോൾ യുദ്ധക്കളത്തിലേക്ക് വന്നപ്പോൾ ഈ സിറിയായിട്ടാണ് യുദ്ധം. സിറിയ രാജാവ് പറഞ്ഞിരുന്നു, ഈ ചുമ്മാ പട്ടാളക്കാരെയൊന്നും കൊല്ലണ്ട, അവരുടെ തലവനെ രാജാവ് തന്നെ യുദ്ധക്കളത്ത് വരും, അവനെ ആക്രമിച്ച് ആദ്യം കൊല്ലാം, പിന്നെ അവരെല്ലാം ഓടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രാജകീയ വസ്ത്രം അണിഞ്ഞിരിക്കുന്ന യഹോഷാഫാത്തിനെ കണ്ടുകൊണ്ട് അത് ഇസ്രായേലിൻ്റെ രാജാവായിരിക്കും, അല്ലെങ്കിൽ അത് ഈ ഇസ്രായേൽ രാജാവായിരിക്കും എന്ന് കരുതി, ആഹാബ് രാജാവായിരിക്കും എന്ന് കരുതി അവനെ ആക്രമിച്ചു. അവൻ കാറിക്ക് വിളിച്ചു, ഞാനൊന്നും അല്ലേ, ഞാനല്ലേ ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് മനസ്സിലായി. സാധാരണ വേഷത്തിൽ അതേ രഥത്തിലായിരുന്നു ഈ ആഹാബ് ഇരുന്നത്. ആ സമയത്തൊരു അമ്പ് അവൻ്റെ മേൽ വന്ന് പതിച്ചു. അവൻ ഇവിടെ വീഴുകയാണ്. യുദ്ധത്തിൽ അവർ മറ്റൊരു പോയി, സിറിയക്കാർ. അപ്പോൾ ഈ പട്ടാളക്കാർ ഇവനെ വലിച്ചുകൊണ്ട് പോയി. ആഹാബിൻ്റെ ശരീരം, ഞാനിത് പറയുന്നത് ദൈവവചനത്തിന് മാറ്റമില്ല എന്നാണ്. ആഹാബ് രാജാവ് ഘോര യുദ്ധം നടന്നു. രാജാവിനെ സിറിയാക്കാർക്ക് നേരെ
രഥത്തിൽ നിവർത്തിയിരുത്തി. മുറിവിൽ നിന്ന് രക്തം ധാരധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി. സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു. അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താന്താങ്ങളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങിക്കൊള്ളുവിനെന്ന് ശബ്ദം മുഴങ്ങി. ആഹാബ് രാജാവ് മരിച്ചു. മൃതദേഹം സമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു. സമരിയായിൽ കുളത്തിൽ അവർ രാജാവിൻ്റെ രഥം കഴുകി. കർത്താവ് അള്ളിച്ചിരുന്നത് പോലെ നായ്ക്കൾ അവൻ്റെ രക്തം നിൽക്കണം. ആ രഥത്തിൽ നിറയെ ഇവൻ്റെ രക്തമായിരുന്നു. അത് കഴുകിയപ്പോൾ അവിടെ ആ രക്തം, ആ കുളക്കടവിൽ വീണ രക്തം മുഴുവൻ നായ്ക്കൾ വന്ന് കുടിച്ചു. കർത്താവ് അള്ളിച്ചിരുന്നത് പോലെ നായ്ക്കൾ അവൻ്റെ രക്തം നക്കി കുടിച്ചു. വേശ്യകൾ ആ വെള്ളത്തിൽ കുളിച്ചു. ആഹാബ് ദന്തഗ്രഹം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവൻ്റെ മറ്റു ഇതൊക്കെ ചെയ്തെങ്കിലും പ്രിയമുള്ള ദൈവത്തിൻ്റെ വചനമാണ്, അത് നിറവേറാതിരിക്കില്ല. മത്തായി 24 ഈശോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഈശോ പറഞ്ഞിങ്ങനെ, സത്യമായി ഞാൻ, മത്തായി 24:34, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതെല്ലാം സംഭവിക്കുന്നവരെ ഈ തലമുറ കടന്നു പോകുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകുക, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോകുകയില്ല. ഇത് വലിയൊരു മേഖലയാണ് പ്രിയമുള്ളവർ. അപ്പോൾ ദൈവവചനം, നമ്മൾ തിരുവചനത്തിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന നന്മ ചെയ്താൽ നന്മ, തിന്മ ചെയ്താൽ തിന്മ നമുക്ക് ലഭിക്കും. കുറേയധികം ശാപങ്ങളും ശിക്ഷകളും ഒക്കെ വിശുദ്ധ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് വന്ന് ഭവിക്കും നമ്മൾ ദൈവവചനം അനുസരിക്കുന്നില്ലെങ്കിൽ. ഇനിയും ഈ രാജ്ഞിയുടെ കാര്യം ഞാൻ ചിന്തിച്ചത്, അവൾക്ക് എന്താ പറ്റിയത്? ദൈവവചനം നിറവേറാതിരിക്കുകയില്ലല്ലോ. അവിടെ 2 രാജാക്കന്മാർ 9-ാമത്തെ അധ്യായത്തിൽ 30 കാണുന്നുണ്ട്. അവിടെ ഈ ആഹാബ് കൊല്ലപ്പെട്ട് കഴിഞ്ഞ് അവിടെ വേറെ ആരുടെ അധികാരം ഏറ്റെടുത്തു. കുറേ നാൾ കടന്നു പോയി കഴിഞ്ഞപ്പോൾ ഇവള് വലിയ ആളായിട്ട് വാഴുകയാണ് അവിടെ കൊട്ടാരത്തിൽ രാജ്ഞിയായിട്ട്. പക്ഷെ ഒരു ദിവസം അവിടെ നമ്മൾ കാണുന്നുണ്ട്, ജസബൽ വധിക്കപ്പെടുന്നു. 2 രാജാക്കന്മാർ 9:30. അപ്പോൾ കുറേ പേര് വന്ന് ഇവിടെ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു. ആ താഴേക്ക് വീണപ്പോൾ അവളുടെ ശരീരം ചിന്നിച്ചെറിയ നായ്ക്കൾ അവളുടെ ശരീരം, എന്നിട്ട് എറിഞ്ഞവർ അവളെ ശ്രദ്ധിച്ചേയില്ല. അവർ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പിന്നീട് പറഞ്ഞു അവൾ രാജ്ഞിയല്ലേ, അവളുടെ ശവം അടക്കണമല്ലോ, ബഹുമാനം കൊടുക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ കഴിഞ്ഞ് അടക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് ശ്രദ്ധിച്ചില്ല. ഇതെല്ലാം ദൈവഹിതപ്രകാരമാണ്. എന്താ, കുറേ കഴിഞ്ഞ് അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പുതിയ രാജാവായിട്ട് വന്നവരൊക്കെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇവളെ അടക്കാൻ വേണ്ടി വന്നപ്പോൾ പറയാണ്, അവളുടെ തലയോട്ടിയും കുറേ എല്ലുകൾ മാത്രമേ, ബാക്കി മുഴുവനും നായ്ക്കൾ തിന്നു കളഞ്ഞുവെന്ന്. ദൈവവചനം അന്ന് ഏലിയായിലൂടെ ദൈവം അരുളിച്ചതാണ്. ഇന്നത്തെ വചനമാണത്. ജസബലിനെ കുറിച്ച് കർത്താവ് അരുളിച്ചെയ്യുന്നു, ജസ്രയേലിന്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജസബലിനെ നായ്ക്കൾ തിന്നും. ആഹാബിന്റെ ഭവനത്തിൽ നിന്നാണ്. അപ്പൊ അത് 2 പ്രിയമുള്ള നമ്മളിത് ചിന്തിക്കുന്ന ഒരു കാര്യം, ദൈവവചനം അതിന് മാറ്റമില്ല. എല്ലാം മാറിയേക്കാം, ആകാശം മാറിയേക്കാം, ആകാശവും ഭൂമിയും കടന്നുപോയേക്കാം, എന്നാൽ ദൈവവചനം അത് മാറുകയില്ല. അത് അങ്ങനെയാണ്, അത് ദൈവത്തിന്റെ ശക്തിയാണ് ദൈവവചനത്തിൽ. അതുകൊണ്ട് നമ്മൾ ദൈവവചനത്തെ ഭയപ്പെടണമെന്ന് ഞാൻ പറയും. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ എഗ്രിമെന്റ് ചെയ്താലും ഒപ്പിട്ടാലും സുപ്രീം കോടതിയിലെ ജഡ്ജി തീരുമാനം എന്താ, ഇതെല്ലാം തകർന്നു പോകും, ഇതെല്ലാം തീർന്നു പോകും. പക്ഷെ നിലനിൽക്കുന്നത് ദൈവവചനം മാത്രം. അതുകൊണ്ട് നമ്മൾ ഇന്ന് എന്തെല്ലാം ദൈവവചനത്തെ നമ്മൾ മുറുകെ പിടിക്കണം. ദൈവവചനത്തെ എതിർക്കാൻ ആർക്കും പറ്റില്ല. പ്രിയമുള്ളവർ, ഞാൻ പറഞ്ഞു, നമ്മൾ ഇല്ലേ മാമോദീസയുടെ കാര്യം, കുഞ്ഞുനാളിൽ നമ്മുടെ പള്ളിയിൽ കൊണ്ട് മാമോദിസ വെക്കുമ്പോൾ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ ഗാഡ് പേരൻസോ ഒക്കെ എടുത്തുകൊണ്ട് ചെല്ലുമ്പോൾ ആദ്യം ഒരു ചടങ്ങുണ്ട്. എന്താ ചോദിക്കുന്നത്? നിങ്ങൾ എന്തോ ആഗ്രഹിക്കുന്നു? ഞങ്ങൾ ഈ കുഞ്ഞിനെ മാമോദീസ വെക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറയണം കുഞ്ഞിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിന് അടുത്ത ചോദ്യം ഒന്നറിയാം, സാത്താനെയും എല്ലാ ആഡംബരങ്ങളെയും നിങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു? കുഞ്ഞിന് വേണ്ടി നമ്മൾ പറയും ഞങ്ങൾ വെറുത്തുപേക്ഷിക്കുന്നു. പിന്നെ ചോദിക്കും, യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നു? അതെ, ഞങ്ങൾ യേശുവിനെ കർത്താവും രക്ഷകനും നാഥനുമായി സ്വീകരിക്കുന്നുവെന്ന് ആ കുഞ്ഞിന് വേണ്ടി നമ്മൾ ഏറ്റുപറയുന്നു. ശേഷം കുഞ്ഞിൻ്റെ കയ്യിൽ, നമ്മുടെ കയ്യിൽ തരുന്ന മെഴുകുതിരി കുഞ്ഞിൻ്റെ കൈയോട് ചേർത്ത് പിടിക്കുന്നു. ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിനെ, ആ മെഴുകുതിരിയുടെ ഒരു പ്രതീകമാണ്. ക്രിസ്തുവിൻ്റെ പ്രതീകമായ ക്രിസ്തുവിനെ ഇത് ചുമ്മാതല്ല, നമ്മളോട് ഏറ്റുപറഞ്ഞ് ചോദിച്ചു. കാരണം എന്തെന്നറിയാം, ദൈവവചനം ഞാനിങ്ങനെ ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം ഇത് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞൊരു കാര്യം ഇതാണ്. നമ്മൾ ചില കാര്യങ്ങളെ കർത്താവിന് മുമ്പിൽ നമ്മൾ കരയുന്നുണ്ട്, നിലവിളിക്കുന്നുണ്ട്, ദൈവമേ കരുണയായിരിക്കണമേ, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ ദൈവത്തിന് ഇപ്പോഴും നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റാത്തതിൻ്റെ കാരണം എന്നറിയാവും,
ഇനി ഒരു വചനമുണ്ടല്ലോ, നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ജെറമ്യാ 29 പറയുന്നുണ്ടല്ലോ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എന്നെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും എന്നൊരു വചനമുണ്ട്. അതായത് ഈ സാത്താൻ, ദൈവം ആത്മാവാണല്ലോ. ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ, ഇങ്ങനെ വേണേൽ പറയാം, ഇടത്ത് വശത്ത് സാത്താൻ നിപ്പുണ്ട്, വലത്ത് വശത്ത് ദൈവവും നിപ്പുണ്ട്. അപ്പൊ ദൈവത്തിന് സാത്താനെ കാണാം, സാത്താന് ദൈവത്തെയും കാണാം. അപ്പൊ നമ്മളുടെ ആദരം കൊണ്ട് നമ്മൾ ഈ മാമോദീസായി ഏറ്റുപറയാണ്, നമ്മുടെ ഇടയ്ക്ക് കുമ്പസാരത്തിൽ ഏറ്റുപറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ കൺഫർമേഷൻ സമയത്ത് വീണ്ടും വീണ്ടും നമ്മളെ ഏറ്റുപറയിപ്പിക്കും. ജ്ഞാനസ്നാനം, വ്രത നവീകരണം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാ വർഷവും നടത്തും. എന്തിനാ ഇത്? ചുമ്മാതല്ല. സാത്താൻ നമ്മളെ, പണ്ട് സാത്താൻ്റെതായിരുന്നു. അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴേ നമ്മൾ സാത്താൻ്റെതായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും പാപം ചെയ്യുമ്പോൾ നമ്മൾ സാത്താൻ്റെതായിട്ട് മാറി, വീണ്ടും നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ സാത്താൻ നുണയനാണ്. അവൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, അവരെൻ്റേതാണ്, അവരെൻ്റേതാണ്, അവരെൻ്റേതാണ്. ദൈവത്തോട് നമ്മളെക്കുറിച്ച് നിരന്തരം നമ്മളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ സംഭവം? നമ്മളെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാമോദീസായ്ക്ക് നമ്മൾ പിന്നെ നമ്മൾ കുമ്പസാരത്തിലും പാപം ചെയ്യുന്നതിനേക്കാൾ അല്ലേ, ഞാൻ മരിക്കാനും തയ്യാറായിരിക്കും. ദൈവമേ, നീ അത്യധികം സ്നേഹിക്കപ്പെടാൻ യോഗ്യനായ ദൈവമേ, നിനക്കെതിരെ ഞാൻ തെറ്റ് പോയി ഞാൻ അനുദപിക്കുന്നു, ഞാൻ എൻ്റെ പാപങ്ങളെ വെറുത്ത് ഉപേക്ഷിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണെന്നറിയോ? ഈ സാത്താൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അവൻ ചുമ്മാതല്ല. അവൻ ദൈവവചനം റോമർ 10-ാമത്തെ അധ്യായത്തിൽ ഒരു വചനമുണ്ട്. അതായത് നമ്മൾ വചനം അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരണമെന്ന്, വിശ്വാസത്തോടെ ആയിരിക്കണമെന്ന്. എന്തുകൊണ്ടാണെന്നറിയാം? വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്നായിരിക്കട്ടെ എന്ന്. റോമർ 10:8. വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ചുമ്മാ അതിർത്തി മാത്രം പോരാ. ഇന്ന് പലപ്പോഴും നമ്മുടെ അതിർത്തി മാത്രമേ ഉള്ളൂ. ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ല. നമ്മൾ പറയുന്നത് വിശ്വാസമില്ല, ചുമ്മാ ഇങ്ങനെ വായിച്ചു പോവുകയാണ്. അതുകൊണ്ടാണ് നമുക്കിന്ന് വചനത്തിന് ശക്തിയില്ലാത്തത്. വചനം നമ്മുടെ ഹൃദയത്തിലും അതിർത്തിലും ഉണ്ടായിരിക്കണം. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. ആകയാൽ യേശു ആണ്, റോമർ 10:9. ആകയാൽ യേശു കർത്താവാണ് എന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. എന്നാലും നമുക്ക് വേണ്ടി നമ്മൾ അവനോടുകൂടി കുരിശിൽ മരിച്ചു, നമ്മളോട് അടക്കപ്പെട്ടു, നാം അവനോടുകൂടി ഉയർത്തെഴുന്നേറ്റു. യേശു നമ്മളെ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളിൽ നിന്നും യേശുവിൻ്റെ മരണത്താൽ നമുക്ക് മോചനം കിട്ടിയെന്ന് നമ്മൾ എപ്പോഴും ഹൃദയത്തിൽ ഉറപ്പിക്കണം. അതാണ് യേശുക്കുറിച്ചുള്ള വിശ്വാസം. ചുമ്മാ അതല്ല, വേറൊന്നുമല്ല. വിശ്വാസത്തിന്റെ അടിസ്ഥാനം യേശു നമ്മുടെ പാപങ്ങളെ 2000 വർഷം മുമ്പ് കാൽവരിയിൽ കുരിശിൽ മരിച്ചപ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ടാണ് അവൻ കുരിശിൽ മരിച്ചത്. ആ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. അവൻ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു കഴിഞ്ഞതാണ്. അതായത് ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജ്ജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ അവിടുന്ന് തന്റെ ഇതാണ്. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും. പ്രിയമുള്ളവർ, ഇത് വലിയൊരു മേഖല. നമ്മുടെ ഉള്ളിൽ നിന്ന് വിശ്വാസത്തോടെയാണോ നമ്മൾ ഇന്ന് പ്രവർത്തിക്കുന്നത്? നമ്മൾ അറിയണം. ഞാൻ പറഞ്ഞു, സാത്താൻ കേട്ടോണ്ടിരിക്കുകയാണ്, ദൈവം കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഞാൻ പറഞ്ഞു, നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവേ, നീ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു എന്ന്, എൻ്റെ ഈ പാപങ്ങളെ നീ ഏറ്റെടുത്തു ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് നല്ല ബോധ്യത്തോടെ പറയുമ്പോൾ മാത്രമേ സാത്താൻ വിട്ടുപോകുകയുള്ളൂ. കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ യേശുവിനെ ഏറ്റു പറഞ്ഞാൽ മാത്രമേ സാത്താൻ വിട്ടുപോകുള്ളൂ. ചുമ്മാ ചടങ്ങ് പോലെ വല്ലപ്പോഴും കഴിഞ്ഞ ദിവസം ഉറപ്പിച്ചോളൂ, ഞായറാഴ്ച പള്ളിയിൽ പോകുന്നുണ്ട്, അച്ഛൻ്റെ കുറേ കാശ് കൊടുത്ത് അവിടെ ഇത് ജയിക്കുന്നുണ്ട്, പള്ളിക്ക് ഒരു കാര്യങ്ങൾ ഒരു പ്രയോജനമില്ല. ഹൃദയത്തിൽ യേശു എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ചു, എൻ്റെ മക്കൾക്ക് വേണ്ടി, ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവർക്ക് വേണ്ടി വിശ്വസിക്കണം. യേശു അവർക്ക് വേണ്ടി കുരിശിൽ മരിച്ച് അവരെ വീണ്ടെടുത്തതാണ്. അവർ യേശു ക്രിസ്തുവിൻ്റെതാണ്. അതല്ലേ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെടുന്നതാണ് പൗലോസ് റോമർ 1 കൊറിന്തോസിൽ 6 പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യേശുവിൻ്റെതാണ്. ആ ഒരു ബോധ്യം. നമ്മുടെ മക്കൾ യേശുവിൻ്റെതാണ്, എൻ്റെ ജീവിത പങ്കാളി യേശുവിൻ്റെതാണ്, എൻ്റെ അപ്പനും അമ്മ യേശുവിൻ്റെതാണ്, എൻ്റെ കുടുംബം യേശു ക്രിസ്തുവിൻ്റെതാണ് എന്ന് അറിയാനും പറയാനുള്ള ധൈര്യം ഹൃദയത്തിൻ്റെ ഉള്ളിലും, അത് മാത്രമല്ല അതരത്തിലൂടെ ഏറ്റുപറയണം. ഇതാണ് പലപ്പോഴും വീട്ടിനുള്ളിൽ നമുക്കെങ്കിലും കേൾക്കാവുന്ന രീതിയിൽ വചനം വായിക്കണമെന്ന് ഈ പറയുന്നത്. ഹൃദയത്തിലുണ്ട്, അതരത്തിലൂടെ പുറത്തു വരുമ്പോഴാണ് അതിന് ജീവനുള്ളത്, അല്ലേ?
ഒരു വെടിയുണ്ട തോക്കിൻ്റെ ഉള്ളിൽ ഇരുന്ന് അതിന് ജീവനൊന്നുമില്ല. വെടിയുണ്ട തോക്കിലൂടെ പുറത്തു വരുമ്പോഴാണ് അതിന് ജീവനുള്ളത്. ദൈവവചനം നമ്മുടെ ഹൃദയത്തിലുള്ളത് അതരത്തിലൂടെ പുറത്തു വരുമ്പോഴാണ് ജീവനുള്ളത്. ഞാൻ പലപ്പോഴും ഓർത്ത് നമ്മുടെ ജപമാല പ്രാർത്ഥനയ്ക്ക് അതാണ്. യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് നമ്മുടെ ഉള്ളിൽ ധ്യാനിച്ചുകൊണ്ട് അതിരത്തിലൂടെ പുറത്തു വരുമ്പോൾ അതൊരു വലിയ അമ്പെയ്യുന്ന പോലെയാണ് സാത്താനെതിരായിട്ട്. ചുമ്മാതെ ഇങ്ങനെ എണ്ണിക്കൊണ്ടത്, എണ്ണം തയ്ക്കുന്നതിൽ യാതൊരു കാര്യമില്ല. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും വിശ്വാസത്തോടെ ആ ദൂതൻ ദൈവത്തിൻ്റെ വാക്കുകളാണ്. നമ്മൾ ചുമ്മാ ആരും എഴുതി വെച്ചൊന്നുമല്ല. ജപമാല പ്രാർത്ഥന നമ്മൾ ചെയ്യുന്നത് ദൈവത്തിൻ്റെ വാക്കുകളാണ്, ദൈവവചനങ്ങൾ തന്നെയാണ്. അത് തിന്മയ്ക്ക് അവിടെ നിൽക്കാൻ. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇടയ്ക്ക് ഓർപ്പിച്ചു നല്ല ആത്മബോധ്യത്തോടെ വിശ്വാസത്തോടെ ഒരു ഒരു നന്മവചനം ചെല്ലുമ്പോൾ അതിന് ഭയങ്കര ശക്തിയുണ്ട്. കുറേ 50 എണ്ണം എണ്ണിക്കൂടി 1000 എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചെയ്യാറുണ്ടല്ലോ. അത് വലിയൊരു അബദ്ധമാണ്. ചുമ്മാ ഇങ്ങനെ എണ്ണം തയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയണം കേട്ടോ. വിശ്വാസത്തോടെ ചെയ്യണം, നല്ല ബോധ്യത്തോടെ ചെയ്യണമെങ്കിൽ അവിടെ ആണ് ജയം, അവിടെയാണ് വിജയം. നമ്മളത് മനസ്സിലാക്കണം. അപ്പം ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ദൈവവചനത്തിന് മാറ്റമില്ല, അത് നിറവേറുക തന്നെ ചെയ്യും. കാരണം ഈ ദൈവവചനം നമ്മൾ പാലിക്കുമ്പോഴാണ്. ദൈവവചനം യേശു പറയുമ്പോൾ സാത്താൻ വിട്ടുപോയത് യേശുവിൻ്റെ അടുത്തുനിന്ന്. നമ്മൾ ഇന്ന് ഹൃദയത്തിൽ ഉറപ്പിച്ചുകൊണ്ട് ദൈവവചനം പറയുമ്പോഴാണ് നമ്മളെ സാത്താൻ വിട്ടുപോകുള്ളൂ. നമ്മളിങ്ങനെ അനേക ബന്ധന പ്രാർത്ഥനകളൊക്കെ ഇഷ്ടം പോലെ നമുക്ക് പുസ്തകത്തിൽ കിട്ടും അല്ലേ. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ബന്ധന പ്രാർത്ഥിക്കാം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്നും അല്ലാത്തതൊന്നും സാത്താൻ അംഗീകരിക്കില്ല. നമ്മുടെ ആത്മാവിലൂടെ പുറത്തു വരുന്നതാണ് സാത്താൻ അംഗീകരിക്കുന്നത്. ഹൃദയത്തിൻ്റെ വിശ്വാസത്തോടെ യേശുവിൻ്റെ കർത്താവാണ്, എൻ്റെ ദൈവമാണ്, എൻ്റെ രക്ഷകനാണെന്ന് ഉള്ളിൽ നല്ല ബോധ്യത്തോടെ. പലർക്കും സംശയമാണ്, പേടിയാണ്, അതുകൊണ്ടും പ്രയോജനമില്ല. യേശുവിനെ സംശയിച്ചുകൊണ്ട് നമ്മൾ താഴ്ന്നു പോവുള്ളൂ. സാത്താൻ നോക്കിയിരിക്കുകയാണ്. ഈ സിംഹം വേട്ടയാടുമ്പോൾ നമ്മൾ കണ്ടില്ല, എന്താ ആരെയെ വേട്ടയാടുന്നത്? ഇങ്ങനെ ഞൊണ്ടി നടക്കുന്ന മൃഗങ്ങളെയാണ് സാത്താൻ അല്ലേ സിംഹം വേട്ടയാടുന്നത്. നല്ലതിനൊന്നും ശക്തിയുള്ളതിനൊന്നും വേട്ടയാടുന്ന ധൈര്യമില്ല അതിന്. നമ്മളും ഈ വിശ്വാസമില്ലാതെ ഇങ്ങനെ ഞൊണ്ടി നടക്കുന്ന പോലെ ആർക്കറിയാം, ഓ ദൈവം എന്നെ എന്നെ ശിക്ഷിച്ചതാണ്, ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ട്. ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ഞൊണ്ടി നടക്കുന്ന സാത്താൻ നമ്മളെ അലറിപ്പാന്ന സിംഹത്തെ പോലെ ചുറ്റി നമ്മൾ നോക്കി നടക്കുകയാണ്. എവിടെയാണ് വിശ്വാസക്കുറവുള്ളവരെ വീഴ്ത്താൻ വേണ്ടി നോക്കി നടക്കുകയാണ്. ആകയാൽ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചെന്ന് 1 പത്രോസ് 5 ആകയാൽ നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചെന്ന് അവനെ എതിർക്കുവിൻ. ഉള്ളവരെ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറഞ്ഞ് നിർത്തുകയാണ്. അതായത് ഈ അന്ധനായ ബാർത്തമേയുസ് വഴിയിലിരിക്കുമ്പോൾ യേശുവിനറിയാം അവന് കണ്ണ് കാണാൻ മേലെന്ന്. അവൻ യേശുവിൻ്റെ അടുത്ത് വന്നപ്പോൾ യേശു ഒറ്റ ചോദ്യം, കണ്ണ് കാണാൻ മേലാതെന്ന് നിൽക്കുന്നത്, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? അവൻ പറഞ്ഞു, കർത്താവേ എനിക്ക് കാഴ്ച ലഭിക്കണം. കാരണം ഞാൻ പറഞ്ഞു സാത്താൻ ഇങ്ങേപ്പുറം നിൽപ്പുണ്ട്. ചുമ്മാ ആനുകൂല്യമൊന്നുമില്ല. ഹൃദയത്തിൽ വിശ്വാസത്തോടെ ഏറ്റു പറയുമ്പോഴാണ്, കർത്താവേ എനിക്ക് നീ മാത്രമാണ് നീ കാഴ്ച തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ള ബോധ്യത്തിലാണ്. അപ്പോഴാണ് യേശു അവന് കാഴ്ച ലഭിക്കൊടുത്തത്. കാരണം എന്താ? ഇങ്ങേപ്പുറത്ത് സാത്താൻ നിൽപ്പുണ്ട്. ദൈവം നീതിമാനാണ്. കർത്താവിന് മുഖം നോട്ടം ഇരുന്നൊരു വചനമുണ്ടല്ലോ, നീതിമാനാണ്. നീതി മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. അല്ല നമ്മളെ കൈവിട്ടത് കൊണ്ടല്ല. നമ്മൾ സാത്താനെ ഉപേക്ഷിക്കാതെ രണ്ടും കൂടെ കൂട്ടുവെച്ച് വെളിപാട് പറഞ്ഞ പോലെ ചൂടും തണുപ്പും കൂടെ ഉള്ളതായി നമ്മൾ പള്ളിയിലും പോകും സാത്താനെയും കൂട്ടുപിടിക്കുന്നുണ്ട്. ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് സാത്താനെ നമ്മൾ ഉപേക്ഷിക്കുന്നതെന്ന് പൂർണ്ണമായി ഏറ്റു പറയുമ്പോഴാണ് ദൈവം നമ്മുടെ ദൈവത്തിൽ പ്രവർത്തിക്കുക. പരിശുദ്ധ പരമാ ദൈവകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.